കല്ലാർപ്പുഴയിലേക്ക് മാലിന്യമൊഴുക്കിയ ഹോട്ടൽ ഉടമയ്ക്ക് 25,000 രൂപ പിഴയിട്ട് കരുണാപുരം പഞ്ചായത്ത്. തൂക്കുപാലം മാർക്കറ്റിന് സമീപം പ്രവർത്തിക്കുന്ന ഹോട്ടൽ ഉടമയ്ക്കെതിരെയാണ് നടപടി. മുൻപും സമാന രീതിയിൽ മലിനജലം പുഴയിലേക്ക് ഒഴുക്കുന്ന പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുത്തിരുന്നു. ഹോട്ടലിൽ കൈകഴുകുന്നത് ഉൾപ്പെടെയുള്ള മലിനജലം കല്ലാർപ്പുഴയിലേക്ക് ഒഴുക്കുന്നുവെന്ന പരാതിയെ തുടർന്ന് ഉദ്യോഗസ്ഥർ ഓടയുടെ മൂടി തുറന്ന് നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ. 2-3 ദിവസമായിട്ട് ഈ അവധി ദിവസങ്ങളിൽ ഭയങ്കരമായ സ്മെല്ല് വരുന്നൊന്നും ഭയങ്കര രീതിയിൽ നാട്ടുകാരെന്ന് പരാതി ഉണ്ടായി. അങ്ങനെ വന്ന് ഞങ്ങൾ നിർബന്ധപൂർവ്വം ഇപ്പോൾ ഈ സ്ലാബ് മാറ്റി നോക്കുമ്പോഴാണ് ഇത് കാണുന്നത്. ഇത് മൊത്തമായിട്ട് ഒരു ഗിമ്മിക്ക് കാണിച്ച് വെച്ചിരിക്കുക. അതിനകത്തേക്ക് കൊടുക്കാതെ വെളിയിലോട്ട് ഇറക്കി വെച്ചിട്ട് ഈ മാലിന്യം മൊത്തം പുഴയിലേക്ക് ഒഴുകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു 2 മാസം മുമ്പ് ഇത് കണ്ടുപിടിച്ച് നോട്ടീസ് കൊടുത്തതാണ്. അതിന് ഒരു കോപ്പി പഞ്ചായത്തിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് തടയണമെന്ന് പറഞ്ഞാണ് നമ്മൾ നോട്ടീസ് കൊടുത്തിട്ടുള്ളത്. അത് നാളെ ഇതുവരെ അത് പ്രവർത്തിയാക്കിയിട്ടില്ല. അന്ന് കണ്ട കാഴ്ചയിലല്ല ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ കൂടുതലായിട്ട് നേരിട്ട് വെള്ളം ഒഴുകുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കാണുന്നത്. ജലനിധി പദ്ധതി ഉൾപ്പെടെ ഒട്ടേറെ ശുദ്ധജല പദ്ധതികൾ കല്ലാർപ്പുഴയിലുണ്ട്. നെടുങ്കണ്ടം, കരുണാപുരം, പാമ്പാടുംപാറ പഞ്ചായത്തുകളിലൂടെയാണ് കല്ലാർപ്പുഴ ഒഴുകുന്നത്. അടുത്തിടെയും പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ കല്ലാർപ്പുഴ വൃത്തിയാക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.